പുതിയ നിയമസഭാ മന്ദിരത്തിന്റെ നിർമ്മാണത്തിനു തറക്കല്ലിട്ടത് നീലം സഞ്ജീവ റെഡ്ഡി. പുതിയ നിയമസഭാ മന്ദിരം രൂപകൽപ്പന ചെയ്ത ചീഫ് ആർക്കിടെക്ട് രാമസ്വാമി അയ്യർ. ഏറ്റവും ദൈർഘ്യമേറിയ കേരള നിയമസഭ, 4ാം നിയമസഭ. കേരള സഭയിൽ സ്പീക്കർ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ വ്യക്തി കെ.എം. സീതി സാഹിബ്. കേരള നിയമസഭയുടെ ആദ്യത്തെ പ്രോടേം സ്പീക്കർ റോസമ്മ പുന്നൂസ്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ അവിശ്വാസ പ്രമേയത്തിനു നോട്ടീസ് നൽകിയ ആദ്യ അംഗം സി.ജി. ജനാർദ്ദനൻ. പ്രഥമ ഡോക്ടർ കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരത്തിന് അർഹനായത് വി.എസ്. അച്യുതാനന്ദൻ. കേരള ഗവർണറായ ആദ്യ മലയാളി വി. വിശ്വനാഥൻ. ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. മുഹമ്മദ് ഗസ്നി പരാജയപ്പെടുത്തിയ ഷാഹി വംശത്തിലെ ഭരണാധികാരികൾ ജയപാലൻ, ആനന്ദപാലൻ. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച മുഗൾ സുൽത്താൻ ഫിറോസ് ഷാ തുഗ്ലക്. നിർഭാഗ്യവാനായ മുഗൾ ഭരണാധികാരി ഹുമയൂൺ. ബീഹാർ സിംഹം കൻവർ സിംഗ്. ജോൺ നിക്കോൾസൺ അറിയപ്പെടുന്നത് ഡൽഹിയിലെ കശാപ്പുകാരൻ. മണൽ നിറഞ്ഞ മരുപ്രദേശം അറിയപ്പെടുന്നത് എർഗ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവതനിര ആൻഡീസ്. മരുഭൂമികൾ ഇല്ലാത്ത ഭൂഖണ്ഡം യൂറോപ്പ്. മരുഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്ക. നദികളെക്കുറിച്ചുള്ള പഠനം പോട്ടമോളജി. ഗോവയുടെ നിയമതലസ്ഥാനം പോർവോറിം. ഇന്ത്യയിലെ ആദ്യത്തെ വികലാംഗ സൗഹൃദ ബീച്ച് തിത്തൽ ബീച്ച്, ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യ സ്റ്റീൽ റോഡ് നിർമ്മിച്ചത് സൂററ്റ്. മിനി ഇസ്രയേൽ എന്നറിയപ്പെടുന്നത് കാസോൽ. വരുണ, അസി എന്നീ 2 പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലം വാരാണസി. ഒഡീഷയുടെ ദുഃഖം മഹാനദി. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. കേരളത്തോട് ഏറ്റവും അടുത്ത് അറബിക്കടലിൽ സ്ഥിതിചെയ്യുന്ന ദ്വീപ് സമൂഹം ലക്ഷദ്വീപ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതിചെയ്യുന്നത് കോട്ടയം. ഇലക്ട്രിക് ബസ് ഓടിത്തുടങ്ങിയ എത്രാമത്തെ സംസ്ഥാനമാണ് കേരളം? 6ാമത്തെ. സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം അഫ്നോളജി. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആഡം സ്മിത്ത്. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി ദാവോസ്. 1950 മുതൽ 1980 വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശരാശരി വളർച്ചാ നിരക്ക് 3.5% ഈ വളർച്ചാ നിരക്കിനെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന പദം ഹിന്ദു വളർച്ചാ നിരക്ക്. ഇന്ത്യയിൽ ആദ്യമായി ഉദാരവൽക്കരണ നടപടികൾ ആരംഭിച്ചത് 1985. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് നിലവിൽ വന്നത് 1967 സെപ്റ്റംബർ. ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിച്ച വർഷം 1956. 500, 1000 എന്നീ നോട്ടുകളുടെ നിരോധനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് 2016 നവംബർ 8. എക്സ്പേർട്ട് കമ്മിറ്റി ഓൺ ദി ഫിനാൻഷ്യൽ പ്രൊവിഷൻസ് ഓഫ് ദി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ നളിനി രഞ്ജൻ സർക്കാർ. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ടുവെച്ച വ്യക്തി ബി.എൻ. റാവു. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 86ാം ഭേദഗതി. കേരള സംസ്ഥാന മുന്നാക്ക സമുദായ കോർപ്പറേഷൻ രൂപീകരിച്ച വർഷം 2012 നവംബർ 8. ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക് 2011 ഫൈനൽ സെൻസസ് പ്രകാരം 74.04%. ശരീരകോശങ്ങളിലെ കോശവിഭജനം ക്രമഭംഗം. രോഗാണുക്കളെ നശിപ്പിക്കുവാൻ കഴിവുള്ള കണ്ണീരിൽ അടങ്ങിയ എൻസൈം ലൈസോസൈം. വിശപ്പ് അനുഭവപ്പെടാൻ കാരണമായ ഹോർമോൺ ഗ്രലിൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. ഒരു വലിയ ബലം ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്നത് ആവേഗബലം. പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവ് ഊർജം. അന്താരാഷ്ട്ര മോൾ ദിനം ഒക്ടോബർ 23. ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം അയഡിൻ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ അലോഹം ഹൈഡ്രജൻ. ക്ലോറിൻ വാതകത്തിന്റെ ഉൽപാദനം ഡീക്കൻസ് പ്രക്രിയ. കേരളത്തിന്റെ തനതായ ശാസ്ത്രീയ നൃത്തനാടകം കഥകളി. കേരളത്തിലെ ചെന്നൈക്ക് സമീപം ചോളമണ്ഡലം സ്ഥാപിച്ച ചിത്രകാരൻ കെ.സി.എസ്. പണിക്കർ. കേരളത്തിൽ നിന്നുള്ള ആദ്യ അന്താരാഷ്ട്ര ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ഗീതാ നാരായണൻ ഗോപാൽ. NDPS നിയമം പാർലമെന്റ് പാസാക്കിയത് എന്ന്?
1985. NDPS ആക്ട് നിലവിൽ വന്ന തീയതി 1985 നവംബർ 14. ലഹരി മരുന്നുകളുടെ കൈവശം വയ്ക്കുന്നതിന് ചെറിയ അളവ് ശിക്ഷ നൽകുന്ന വകുപ്പ് വകുപ്പ് 27. NDPS നിയമപ്രകാരം ആവർത്തിച്ചുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പ് വകുപ്പ് 31A. വാണിജ്യ അളവിലുള്ള ലഹരിമരുന്ന് കേസുകളിൽ കുറഞ്ഞ ശിക്ഷ എത്രയാണ്? 10 വർഷം. ഒരു വ്യക്തിയെ സെർച്ച് ചെയ്യുന്നതിന് മുൻപ് ഒരു ഗസറ്റഡ് ഓഫീസറുടെയോ മജിസ്ട്രേറ്റിൻ്റെയോ സാന്നിധ്യം വേണമെന്ന് ആവശ്യപ്പെടാൻ പ്രതിക്ക് അവകാശം നൽകുന്ന വകുപ്പ് വകുപ്പ് 50. NDPS നിയമപ്രകാരം സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്നാൽ എന്ത്? ആക്ടിലെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയ പ്രകൃതിദത്തമോ കൃത്രിമമോ ആയ വസ്തുക്കൾ. നർക്കോട്ടിക് കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? കേന്ദ്ര സർക്കാർ. ലഹരിമരുന്ന് ഉപയോഗത്തിന് അടിമയായ ഒരാൾക്ക് ചികിത്സയ്ക്കായി സന്നദ്ധനായാൽ പ്രോസിക്യൂഷനിൽ നിന്ന് ഇളവ് നൽകുന്ന വകുപ്പ് 64A. NDPS കേസുകളിൽ നിരപരാധിത്വം തെളിയിക്കുവാനുള്ള ബാധ്യത ആർക്കാണ്? കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിക്ക്. ഒരു പോലീസ് ഓഫീസർക്ക് വാറന്റ് ഇല്ലാതെ പരിശോധന നടത്താൻ അധികാരം നൽകുന്ന വകുപ്പ് വകുപ്പ് 42. താഴെ പറയുന്നവയിൽ NDPS നിയമപ്രകാരം നിയന്ത്രിക്കപ്പെടാത്തത് ഏത്? മദ്യം. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സ്ഥാപിതമായ വർഷം 1986. കഞ്ചാവ് ചെടികൃഷി ചെയ്യുന്നത് ശിക്ഷാർഹമായ വകുപ്പ് വകുപ്പ് 20. വാണിജ്യ അളവിലുള്ള ലഹരിമരുന്ന് കേസുകളിൽ ജാമ്യം ലഭിക്കാത്തതാണ്. പ്രസ്താവന ശരിയാണ്. അഫിനി കൃഷി ചെയ്യാൻ അനുമതി നൽകുന്നത് ആര്? കേന്ദ്ര സർക്കാർ. NDPS ആക്ടിലെ വകുപ്പ് 37 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ജാമ്യം ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ. താഴെ പറയുന്നവയിൽ കഞ്ചാവിൻ്റെ ഭാഗമല്ലാത്തത് ഏത്? ബാങ്. പിടിച്ചെടുത്ത ലഹരിമരുന്നുകൾ നശിപ്പിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് വകുപ്പ് 52A. NDPS ആക്ട് പ്രകാരം ചെറിയ അളവ് എന്നാൽ എന്ത്? കേന്ദ്ര സർക്കാർ വിജ്ഞാപനം വഴി നിശ്ചയിക്കുന്ന അളവ്. NDPS നിയമമനുസരിച്ച് ഒരു കുറ്റകൃത്യത്തിന് പ്രേരണ നൽകുന്നവർക്കുള്ള ശിക്ഷ അതേ കുറ്റത്തിന് നിശ്ചയിച്ചിട്ടുള്ള ശിക്ഷ. പിടിച്ചെടുത്ത സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ അധികാരം നൽകുന്ന അധ്യായം അധ്യായം 5A. ഒരു സ്ഥലത്ത് ലഹരിമരുന്ന് ഉപയോഗിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഉടമസ്ഥനുള്ള ശിക്ഷ ഏത് വകുപ്പ് പ്രകാരമാണ്? വകുപ്പ് 25. ലഹരിമരുന്ന് കടത്താൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കണ്ടുകെട്ടാൻ സാധിക്കുമോ? സാധിക്കും. വകുപ്പ് 60 പ്രകാരം. NDPS നിയമപ്രകാരം സ്പെഷ്യൽ കോടതികൾ രൂപീകരിക്കുന്നത് ആരാണ്? സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ അനുമതിയോടെ. കുറ്റവാളികളെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് റിവാർഡ് നൽകുവാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ടോ? ഉണ്ട്. NDPS ആക്ട് ഭേദഗതി ചെയ്ത പ്രധാന വർഷങ്ങൾ 1988, 2001, 2014. ഒരു വ്യക്തിയെ സെർച്ച് ചെയ്യുമ്പോൾ സ്ത്രീകളെ സെർച്ച് ചെയ്യാൻ ആർക്കാണ് അധികാരം? വനിതാ പോലീസ് ഓഫീസർക്ക്. സ്ത്രീകൾക്ക് മാത്രം. പിടിച്ചെടുത്ത ലഹരിമരുന്നിൻ്റെ സാമ്പിൾ എടുക്കുന്നതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത് വകുപ്പ് 52A. NDPS നിയമത്തിലെ വകുപ്പ് 67 പ്രകാരം മൊഴി രേഖപ്പെടുത്തുവാൻ ആർക്കാണ് അധികാരം? അന്വേഷണ ഉദ്യോഗസ്ഥന്. അബ്കാരി നിയമം നിലവിൽ വന്ന വർഷം 1902 ഓഗസ്റ്റ് 15. അബ്കാരി ആക്ടിലെ ആകെ സെക്ഷനുകളുടെ എണ്ണം 71. മദ്യം ഉപയോഗിക്കുവാനും കൈവശം വയ്ക്കുവാനുമുള്ള കുറഞ്ഞ പ്രായപരിധി 23 വയസ്സ്. ചാരായം നിരോധിച്ചതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ സെക്ഷൻ 8. കേരളത്തിൽ ചാരായം നിരോധിച്ചത് എന്ന് മുതൽ? 1996 ഏപ്രിൽ 1 മുതൽ. പൊതുസ്ഥലത്തെ മദ്യപാനം നിരോധിച്ചിട്ടുള്ള സെക്ഷൻ സെക്ഷൻ 15C. 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കുന്നത് നിരോധിക്കുന്ന വകുപ്പ് സെക്ഷൻ 15B. അനുവദനീയമായ അളവിൽ കൂടുതൽ മദ്യം കൈവശം വയ്ക്കുന്നത് തടയുന്ന വകുപ്പ് സെക്ഷൻ 13. ഒരാൾക്ക് നിയമപരമായി കൈവശം വയ്ക്കാവുന്ന പരമാവധി വിദേശ മദ്യം 3 ലിറ്റർ. ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന പരമാവധി ബിയർ 3.5 ലിറ്റർ.
വൈൻ കൈവശം വയ്ക്കാവുന്ന പരമാവധി അളവ് എത്ര? 3.5 ലിറ്റർ. അബ്കാരി ആക്ടിൽ കള്ള് എന്ന് നിർവചിച്ചിരിക്കുന്ന സെക്ഷൻ. സെക്ഷൻ 3 സബ്സെക്ഷൻ 11. ലഹരി വസ്തുക്കളുടെ കയറ്റുമതി നിരോധിക്കുന്ന വകുപ്പ്. സെക്ഷൻ 7. മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ നിരോധിക്കുന്ന വകുപ്പ്. സെക്ഷൻ 55(h). അബ്കാരി ഓഫീസർമാരെ നിയമിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 4. വാറന്റ് ഇല്ലാതെ പരിശോധന നടത്താൻ അധികാരം നൽകുന്ന വകുപ്പ്. സെക്ഷൻ 31. മജിസ്ട്രേറ്റിന് സെർച്ച് വാറന്റ് നൽകാൻ അധികാരം നൽകുന്ന വകുപ്പ്. സെക്ഷൻ 30. കുറ്റകരമായ ഗൂഢാലോചനയെക്കുറിച്ച് പറയുന്ന വകുപ്പ്. സെക്ഷൻ 55(d). അബ്കാരി കമ്മീഷണറെ നിയമിക്കുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 4(a). ലൈസൻസ് റദ്ദാക്കാൻ കമ്മീഷണർക്ക് അധികാരം നൽകുന്ന വകുപ്പ്. സെക്ഷൻ 26. ചാരായം എന്നതിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ. സെക്ഷൻ 3 സബ്സെക്ഷൻ 6(a). അബ്കാരി നിയമപ്രകാരം കൊക്കോ ബ്രാൻഡി കൈവശം വയ്ക്കാവുന്ന അളവ് 1 ലിറ്റർ. നിയമവിരുദ്ധമായി മദ്യം ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ശിക്ഷ പ്രതിപാദിക്കുന്ന വകുപ്പ്. സെക്ഷൻ 55(a). മദ്യത്തിൽ വിഷാംശം കലർത്തുന്നതിനെതിരായുള്ള ശിക്ഷ നൽകുന്ന വകുപ്പ്. വകുപ്പ് 57(a). അബ്കാരി നിയമപ്രകാരം കള്ള് ചെത്തുന്നതിനെക്കുറിച്ചുള്ള നിർവചനം. സെക്ഷൻ 3 സബ്സെക്ഷൻ 22. അബ്കാരി കുറ്റകൃത്യങ്ങൾക്ക് മജിസ്ട്രേറ്റിന് പിഴ ചുമത്താൻ അധികാരം നൽകുന്ന വകുപ്പ്. സെക്ഷൻ 67. പിടിച്ചെടുത്ത തൊണ്ടിമുതലുകൾ നശിപ്പിക്കാൻ അധികാരം നൽകുന്ന വകുപ്പ്. സെക്ഷൻ 53(a). മദ്യശാലകൾ അടപ്പിക്കാൻ മജിസ്ട്രേറ്റിന് അധികാരം നൽകുന്ന വകുപ്പ്. സെക്ഷൻ 54. അബ്കാരി നിയമത്തിലെ ചട്ടങ്ങൾ ഉണ്ടാക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന വകുപ്പ്. സെക്ഷൻ 29. അബ്കാരി നിയമത്തിൽ നിന്നും ഏതെങ്കിലും മദ്യത്തെ ഒഴിവാക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന വകുപ്പ്. സെക്ഷൻ 71. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിക്കുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 4. പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നിരോധിക്കുന്നത് ഏത് സെക്ഷൻ വഴിയാണ്? സെക്ഷൻ 5. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എത്ര ദൂരപരിധിയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല? 100 വാര, ഏകദേശം 91 മീറ്റർ. ഏത് പ്രായത്തിന് താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കുറ്റകരമാണ്? 18 വയസ്സ്. പുകയില പാക്കറ്റുകളിൽ നിയമപരമായ മുന്നറിയിപ്പുകളും ചിത്രങ്ങളും വേണമെന്ന് നിഷ്കർഷിക്കുന്ന സെക്ഷൻ. സെക്ഷൻ 7. പൊതുസ്ഥലങ്ങളിൽ പുകവലിച്ചാൽ ഈടാക്കാവുന്ന പരമാവധി പിഴ 200 രൂപ. കോട്ട്ബ നിയമം ലംഘിക്കപ്പെട്ടാൽ പരിശോധന നടത്താൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ ആരാണ്? സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസർ, ഡ്രഗ് ഇൻസ്പെക്ടർ, ഫുഡ് ഇൻസ്പെക്ടർ. മുകളിൽ പറഞ്ഞ എല്ലാവർക്കും പരിശോധന നടത്താവുന്നതാണ്. താഴെ പറയുന്ന വാക്യത്തിലെ തെറ്റ് തിരിച്ചറിയുക. പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി ഉദ്ബോധിപ്പിച്ചു. മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉദ്ബോധിപ്പിച്ചു. കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം 23 വയസ്സ്. താഴെ കാണുന്ന പ്രസ്താവനകളെക്കുറിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ശരി. ജനുവരി 30 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കും. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ജൂൺ 26 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കും. ദുഃഖവെള്ളി ദിനത്തിൽ കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കും. പട്ടികയിൽ മദ്യ ഇനങ്ങളുടെ അളവ് സംബന്ധിച്ച് ചുവടെ കാണുന്ന ഓപ്ഷനുകളിൽ ശരി. IMFL 3 ലിറ്റർ, ബിയർ 3.5 ലിറ്റർ കേരളത്തിൽ ഒരു വ്യക്തിക്ക് സൂക്ഷിക്കാവുന്ന പരമാവധി അളവാണ്. കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യമായി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 1997. NDPS ആക്ട് 1985 ബാധകമായ പ്രദേശം ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളും. 2 കഞ്ചാവ് ചെടികൾ നട്ട് വളർത്തിയാൽ NDPS ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയും. മീഥൈൽ ആൽക്കഹോളിന്റെ കെമിക്കൽ ഫോർമുല CH3OH. കേരളത്തിലെ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്റർ ആണ്? 37.5.
ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് ചട്ടങ്ങൾ പ്രകാരം ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയത്. കേരളത്തിലെ വിദേശ മദ്യഷാപ്പുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഓപ്ഷൻ ബി 1ഉം 3ഉം ശരിയല്ല. ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച ദിവസം വിദേശ മദ്യഷാപ്പുകൾ തുറന്നു പ്രവർത്തിക്കുവാൻ പാടില്ല എന്ന പ്രസ്താവന ശരിയാണ്. കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ്ഡ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ. FL1 വിദേശ മദ്യവിൽപ്പന സ്ഥാപനങ്ങളിൽ നിന്ന് ഒരാൾക്ക് ഒരു സമയം വില കൊടുത്തു വാങ്ങാവുന്ന വിദേശ മദ്യത്തിന്റെ കുറഞ്ഞ അളവ് 180 മില്ലി. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്ഥാനമാണ് കോഡ്പ നിയമപ്രകാരം ശരിയായത്? 18 വയസ്സ് തികയാത്ത ഒരാൾക്കും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുത്. പുകവലി ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുവാനോ പ്രസിദ്ധീകരിക്കുവാനോ പാടില്ല. കോഡ്പ നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? 30 മുറികൾ. സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിന്റെ പുറത്തുള്ള സ്ഥലത്തിന്റെ എത്ര ശതമാനം ഭാഗത്ത് പ്രദർശിപ്പിക്കണം? 85%. കേരളത്തിൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആരംഭിച്ച ലഹരി വർജന മിഷൻ വിമുക്തി ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെയും ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ സാധിക്കും. മദ്യനിരോധനം ഏർപ്പെടുത്താൻ സർക്കാരിന് സാധിക്കും. IT ആക്ട് 2000 സെക്ഷൻ 43A പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ? കമ്പനി, പാർട്ണർഷിപ്പ് സ്ഥാപനം, വ്യക്തി. ഒരു വ്യക്തി IT ആക്ട് 2000 സെക്ഷൻ 43 പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ്. മേൽ നിയമത്തിലെ നിർവചനപ്രകാരം പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്തത് റെസ്റ്റ് ഹൗസിൽ താമസിക്കുന്നതിനുപയോഗിക്കുന്ന സ്വകാര്യ മുറി. അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരളത്തിന്റെ അധികാരപരിധിയിലൂടെ ഒരു സംസ്ഥാനത്തിൽ നിന്ന് ആ സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നത്. ഒരാൾ അബ്കാരി നിയമമനുസരിച്ച് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിന്റെ അളവ് 15 ലിറ്റർ. ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങുവാനും ഉപയോഗിക്കുവാനും നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായം 23 വയസ്സ്. NDPS നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. മയക്കുമരുന്ന് നിരോധന നിർമ്മാർജ്ജന നിയമം 1985 NDPS ആക്ടിന്റെ ഉദ്ദേശ്യം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുവാനും ഭേദഗതി വരുത്തുവാനും മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥങ്ങൾ എന്നിവയുടെ കടത്തുവഴി നേടിയ സ്വത്ത് കണ്ടുകെട്ടുവാൻ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുവാനായി. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാദക വസ്തുക്കൾ എന്നത് NDPS നിയമത്തിലെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദാർത്ഥങ്ങൾ. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറികളിലെ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന മുറി ഉൾപ്പെടുന്ന മർമ്മപ്രധാന കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെടുത്തപ്പെട്ട ഓഫീസ് കമ്മീഷണറുടെ ഓഫീസ്. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ENA എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാമധ്യേയുള്ള നിയമാനുസൃത നഷ്ടം ചട്ടപ്രകാരം അനുവദനീയമായത് എത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്നവയിൽ ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? ഓരോ 400 കിലോമീറ്റർ ദൂരത്തിലും 0.1 വീതം. ആകെ യാത്രയ്ക്ക് പരമാവധി 0.5%. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം പ്രൂവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്പിരിറ്റിന്റെ വീര്യം അളക്കൽ. കേരളത്തിൽ വിദേശ മദ്യം വിൽപ്പന നടത്തുന്നതിനും വിദേശ മദ്യം ലൈസൻസ് 1 പ്രകാരം ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിട്ടുള്ളത്? കേരള സ്റ്റേറ്റ് ബീവറേജ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി 3ഉം 4ഉം തെറ്റാണ്. കോഡ്പ നിയമം 2003 പ്രകാരം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി 2, 4 എന്നിവ തെറ്റാണ്.
18 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 വാരയ്ക്ക് അകത്ത് വരുന്ന പ്രദേശങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. കോട്ട്പ ആക്ട് 2003 പ്രധാന ലക്ഷ്യങ്ങൾ: വിദ്യാർത്ഥികളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക, യുവജനങ്ങളെ പുകയില ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക, ഗർഭിണികളായ സ്ത്രീകളെയും ചെറിയ കുട്ടികളെയും പുകവലിയുടെ ദൂഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക, നേരിട്ടും അല്ലാതെയുമുള്ള എല്ലാ പുകയില ഉപയോഗവും നിരുത്സാഹപ്പെടുത്തുക. കോട്ട്പ ആക്ട് 2003 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത്: പുകവലി ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം ഉപഭോക്താക്കൾക്ക് വ്യക്തമായി കാണുന്ന രീതിയിലായിരിക്കണം. പുകവലി ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം വായിക്കാൻ തക്ക വലുപ്പത്തിലായിരിക്കണം. എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും ഉപഭോക്താക്കൾക്ക് കാണത്തക്ക വിധത്തിൽ മുന്നറിയിപ്പ് പരസ്യം രേഖപ്പെടുത്തിയിരിക്കണം. വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി: വിമുക്തി പദ്ധതിയുടെ സംസ്ഥാന തല ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവും വിമുക്തി പദ്ധതിയിൽ അനുവദനീയമാണ്. നാളത്തെ കേരളം ലഹരി വിമുക്ത നവകേരളം എന്നതാണ് വിമുക്തി പദ്ധതിയുടെ ലക്ഷ്യം. വിമുക്തി മിഷൻ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്ന വിപത്തായി മാറിയിരിക്കുന്ന മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരിക, നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ശേഖരണം, കടത്തൽ എന്നിവയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുക, ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ. വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റി താഴെ പറയുന്നവയിൽ ആരെല്ലാം അംഗങ്ങളാണ്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട് 2000 വിവരസാങ്കേതിക നിയമത്തിന്റെ വ്യവസ്ഥ: വകുപ്പ് 43, വകുപ്പ് 66. വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടിയുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നത് കുട്ടിയുടെ പ്രായം 18-ൽ താഴെയാണെങ്കിൽ. അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമാകുന്നത്? 55D. അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വയ്ക്കുവാനും ഉപയോഗിക്കുവാനും അനുവാദമുള്ളത്? 23. താഴെ പറയുന്ന ദിവസങ്ങളിൽ ഏതു ദിവസമാണ് അബ്കാരി ആക്ട് പ്രകാരം ഡ്രൈ ഡേ ആയി വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്? ദുഃഖവെള്ളി. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പിന്റെ ഏത് ഉദ്യോഗസ്ഥനും അതിനു മുകളിൽ ഉള്ളവർക്കുമാണ് കള്ളുഷാപ്പുകളിൽ പരിശോധന നടത്തുവാൻ അധികാരമുള്ളത്? എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ മുതൽ മുകളിലോട്ട്. NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? 31A. 15 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിക്കെതിരെ NDPS നിയമത്തിൽ ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്? 20B(2). ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്കേഷനിലൂടെയോ മറ്റ് ഡിസ്റ്റിലൈസേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന സ്പിരിറ്റ് ന്യൂട്രൽ സ്പിരിറ്റ് എന്നറിയപ്പെടുന്നു. സ്പിരിറ്റ് പാനയോഗ്യമല്ലാതെ ആക്കി മാറ്റുവാൻ താഴെ പറയുന്നവയിൽ ഏത് വസ്തുവാണ് ചേർക്കുന്നത്? ക്രൂഡ് പിരിഡിൻ. ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മൊളാസസുകൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം നീല. താഴെ പറയുന്നവയിൽ കേരളത്തിലെ മദ്യവിൽപ്പന അനുവദിച്ചുകൊണ്ടുള്ള വിവിധ ലൈസൻസുകൾ സംബന്ധിച്ച് ശരിയായത്? ഓപ്ഷൻ സി. കേരളത്തിൽ വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാല സ്ഥാപിക്കുന്നത് സ്കൂൾ കോളേജുകളിൽ നിന്നും വേണ്ട കുറഞ്ഞ ദൂരപരിധി 200 മീറ്റർ. താഴെ പറയുന്നവയിൽ നിയമം മൂലം കേരളത്തിൽ മദ്യവിൽപ്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസം ഓഗസ്റ്റ് 15. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് കോട്ട്പ ആക്ട് ഏത് വകുപ്പ് പ്രകാരമാണ്? 4. സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ കോട്ട്പ ആക്ട് പ്രകാരം ചുമത്താവുന്ന പിഴ 200 രൂപ. ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പാദന പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് ഉണ്ടാകണം? 85%. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്? ആർട്ടിക്കിൾ 49. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ മുഖ്യമന്ത്രി. കേരളത്തിൽ മദ്യ ഉപയോഗം അനുവദിച്ചിരിക്കുന്നത് എത്ര വയസ്സ് മുതൽക്കാണ്? 23. IT ആക്ട് 2000 പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവു ശിക്ഷ ജീവപര്യന്തം. IT ആക്ട് 2000 സെക്ഷൻ 77B പ്രകാരം
ഡാഷ് തടവുശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മുകളിൽ പറഞ്ഞവയൊന്നുമല്ല.